അപ്പോൾ ലാക്മാർട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലാക്മാർട്ട് പാർട്ട്ണറിൻ്റെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയൊരു പേജ് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇങ്ങനൊരു പേജ് വരുമ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യരുത്. ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും താഴെ രജിസ്റ്റർ ഷോപ്പ് എന്നുള്ള ബട്ടൺ കണ്ടില്ലേ, ആ ഒരു രജിസ്റ്റർ ഷോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ പറയുക, ഷോപ്പ് നെയിം കണ്ടില്ലേ, ഷോപ്പിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ഷോപ്പിൻ്റെ പേര് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ, നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. അപ്പോൾ ഷോപ്പിൻ്റെ പേര്, ഷോപ്പിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഷോപ്പിനെ വിളിച്ചാൽ കിട്ടുന്ന ഷോപ്പിനായിട്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനി അങ്ങനത്തെ ഒരു നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇവിടെ കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷോപ്പിൻ്റെ ലോഗോയും ഷോപ്പിൻ്റെ കവർ ഫോട്ടോയും കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 1:1, 3:1 എന്നുള്ള റേഷ്യോ. കറക്റ്റ് ആ ഒരു റേഷ്യോ ഉള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഷോപ്പിൻ്റെ ലോഗോയും ഷോപ്പിൻ്റെ ഒരു കവർ ഫോട്ടോയും അവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് ലോഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഷോപ്പിൻ്റെ ലോഗോ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഷോപ്പിൻ്റെ ലോഗോ കൊടുത്തു. അതേപോലെ തന്നെ കവർ ഫോട്ടോ ഞാൻ കവർ ഫോട്ടോയും കൊടുത്തു. അപ്പോൾ ഇതേപോലെ കവർ ഫോട്ടോയും ഷോപ്പ് ലോഗോയും കൊടുക്കുക. ഇത് നല്ല ഫോട്ടോ കൊടുക്കണം. ഈ ഒരു ഫോട്ടോ ആയിരിക്കും ബാക്കിയുള്ള യൂസേഴ്സ് പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരത്തെ അവരുടെ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങളെ സ്റ്റോർ ഈ ഒരു ഫോട്ടോൻ്റെ ഇതിലേക്കാരും കാണുക. അവർക്ക് കാണുന്ന രീതിയിലുള്ള ഫോട്ടോയൊക്കെ ആയിട്ടുണ്ടാവുക. ഇവിടെ കൊടുക്കുന്ന ഫോട്ടോയൊക്കെ അവിടേക്ക് കാണുക. ഇവിടെ ഐലൻഡ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ കിൽട്ടൺ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മൊഡ്യൂൾ സെലക്ട് ചെയ്യാൻ പറയുന്നത്. മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷോപ്പ് എന്ത് ടൈപ്പ് ആണെന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പലചരക്ക് കടയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രോസറി സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഫുഡ് ആണെങ്കിൽ ഫുഡ് സെലക്ട് ചെയ്യാം. ഇനി അതല്ല അല്ലാത്ത ഇപ്പോൾ ഷോപ്പുകളുണ്ടല്ലോ, ഡ്രസ്സ് അങ്ങനത്തെ പല ഷോപ്പുകൾ വരുന്ന കാറ്റഗറി ആണെങ്കിൽ ഷോപ്പ് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഗ്രോസറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രോസറി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ഷോപ്പ് എവിടെയുള്ള ഷോപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിൽക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇവിടെ ഒരു GPS പോലത്തെ സിമ്പിൾ, ആ ഒരു സിമ്പിളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഇവിടെ സെറ്റ് ആവും. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഷോപ്പിന് ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് താഴെ ഡെലിവറി ടൈം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എത്ര സമയം കൊണ്ട് ഒരു യൂസർ ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ആ ഒരു ഓർഡർ എത്തിച്ച് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് ചോദിക്കുന്നത്. അപ്പോൾ സെലക്ട് ടൈം എന്ന് കൊടുത്തിട്ട് മിനിമം എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. ഞാനൊരു 5 മിനിറ്റ് ടു 10 മിനിറ്റ്, എനിക്ക് ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് അവർക്ക് സാധനം എത്തിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ സേവ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് താഴോട്ട് നീക്കുക. അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കണ്ടില്ലേ ഏറ്റവും താഴെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആവും. ഈ ഒരു പേജിൽ ഓണറിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്, അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേര് അവിടെ കൊടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. കോൺടാക്റ്റ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തമായിട്ട്, അതായത് നിങ്ങളെ വ്യക്തിപരമായി കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസാണ് ഇവിടെ ചോദിക്കുന്നത്. നേരത്തെ നിങ്ങൾ അവിടെ നമ്പർ ചോദിച്ചല്ലോ, ഷോപ്പിൻ്റെ നമ്പർ, അവിടെ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നമ്പറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്താൽ മതി, ഇവിടെയും തന്നെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ നമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്പർ കൊടുത്തതിന് ശേഷം വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇനി മുകളിൽ ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പർ എന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെ അവിടെ കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് വേറെ വാട്സപ്പ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ചെറിയൊരു ഗ്രൂപ്പിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തു. ഇനി ലോഗിൻ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡി തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മെയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക്
ഈ ഒരു ഷോപ്പിൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ കറക്റ്റ് ആ ഒരു മെയിൽ തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പാസ്വേഡും അവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ റൂൾസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അത് മാച്ച് ആക്കണം നിങ്ങൾ. ഒരു ക്യാപിറ്റൽ ലെറ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം താഴെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നേരത്തെ കൊടുത്ത ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷനാണ്. ഇത് നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളത്. നിങ്ങളിവിടെ കറക്റ്റ് നിങ്ങളെ വീടിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വരുന്നുണ്ട്. കറക്റ്റ് നല്ല ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നിങ്ങൾ എടുക്കുക ആധാറിൻ്റെ. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആധാർ കാർഡിൻ്റെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങളോട് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ 300 സെലക്ട് ചെയ്തു, ഏറ്റവും ചെറുത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഏതെങ്കിലും ഒരു പാക്കേജ് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഓരോ പാക്കേജിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഫസ്റ്റ് 1 മാസം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയ ലോഡിങ് വരുന്നതിന് ശേഷം പുതിയൊരു പേജിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ ഓൺലൈൻ പേ കണ്ടിന്യൂ വിത്ത് 30 ഡേ ഫ്രീ ട്രയൽ ഉണ്ട്. ഓൺലൈൻ പേ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട, കാരണം ആൾറെഡി 30 ഡേ ഫ്രീ ട്രയൽ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഏറ്റവും താഴെയുള്ള കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ, താങ്ക് യു ഫോർ യുവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. കണ്ടിന്യൂ ടു ഹോം പേജ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു ലാക്ക് മാർട്ട് ഉണ്ടോ, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനി എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്തല്ലോ ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള. ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള റിക്വസ്റ്റ് ലാക്ക് മാർട്ടിന് പോകും. എന്നിട്ട് ലാക്ക് മാർട്ട് അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ലാക്ക് മാർട്ട് അത് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, അപ്രൂവ് ആയെന്ന് വേണ്ട. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി എന്താ പറയുക, ലാക്ക് മാർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ മെയിൽ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലാക്ക് മാർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മെയിൽ വരും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻ യുവർ രജിസ്ട്രേഷൻ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ഇനി ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ രജിസ്റ്റർ ആയിന്ന്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ലാക്ക് മാർട്ടിൻ്റെ പാർട്ട്ണറിൻ്റെ ആപ്പ്, ലാക്ക് മാർട്ടിൻ്റെ ഷോപ്പിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു ID പാസ്വേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാം. ഓക്കെ, ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക, നേരത്തെ രജിസ്റ്റർ ചെയ്ത്. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, സൈൻ ഇൻ എന്നുള്ള ബട്ടൺ അല്ല, സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോം പേജിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങളോട് അറ്റൻഷൻ പ്ലീസ് വന്ന താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഈ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ ഗൂഗിൾ പേ നമ്പറോ എന്താ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെ സെറ്റ് ഡിഫോൾട്ട് മെത്തേഡ് എന്നുള്ളൊരു ബട്ടൺ കണ്ടില്ലേ, ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലത്തേ ഭാഗത്ത് താഴെ പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ആ ഒരു പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ബാങ്ക്, UPI, ഗൂഗിൾ പേ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായി കൊടുക്കാൻ പറ്റിയ ഗൂഗിൾ പേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക. UPI ID സെലക്ട് ചെയ്യേണ്ടവർക്ക് UPI ID സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നേരെ താഴെയുള്ള ആഡ് മെത്തേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് മെത്തേഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ വലത്തെ ഭാഗത്ത് മുകളിൽ മേക്ക് ഡിഫോൾട്ട് എന്നുള്ള ബട്ടൺ കണ്ടോ, ആ ഒരു ബട്ടണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ആപ്പിൻ്റെ അകത്ത് നിന്ന് വിഡ്രോൾ റിക്വസ്റ്റ് പോകും. അതിനുശേഷം നിങ്ങൾക്ക് എന്താവും, ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്ത ഗൂഗിൾ പേ നമ്പറിലൂടെ അയച്ചു തരും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഓരോ ഷോപ്പുകൾക്കും ഓരോ പ്രവർത്തന സമയവും പ്രവർത്തന ദിവസവും ഉണ്ടാവില്ല, അത് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ വലത്തെ ഭാഗത്ത് താഴെ മെനു ബട്ടൺ കണ്ടില്ലേ, ആ മെനു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, സ്റ്റോർ കൺഫിഗ് എന്ന് കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ,
അപ്പോൾ ഇതിൽ താഴോട്ട് ഇങ്ങനെ പോയിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ ടൈം എന്നുണ്ടല്ലേ, ഇവിടെ നിങ്ങൾ ഓരോ ദിവസത്തെ പ്രവർത്തന സമയം കൊടുക്കണം. അപ്പോൾ ഞായറാഴ്ച നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചേൻ്റെ നേരെയുള്ള സൺഡേൻ്റെ നേരെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ തിങ്കളാഴ്ച, ഇപ്പോൾ ഇന്നിപ്പോൾ എന്താഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച, അപ്പോൾ ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം. തിങ്കൾ എന്നുള്ളതിൻ്റെ നേരെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് എപ്പോഴാണ് നിങ്ങൾ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യാന്നുള്ള സമയം കൊടുക്കുക. ഓക്കെ. രാവിലെ 8 മണി മുതൽ രാത്രി ഒരു 10 മണി, രാത്രി ഒരു 10 മണി PM. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ തിങ്കളാഴ്ച വർക്ക് ചെയ്യാമെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു സമയം വരെ നിങ്ങളുടെ ഷോപ്പ് അവൈലബിൾ ആവുള്ളൂ. ഇപ്പം അതായത് ഇപ്പോൾ രാവിലെ 8 മണിക്ക് മുന്നേ ഏതെങ്കിലും യൂസർ നിങ്ങളെ ഒരു ഷോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പ് ക്ലോസ് ആയിരുന്നു കാണിക്കാം. നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് അവർക്കൊരു സാധനം മേടിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത്. അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച ഇതേപോലെ ബാക്കിയുള്ളതിനൊക്കെ കൊടുക്കുക. ചൊവ്വാഴ്ച എത്ര, ഓരോ ദിവസത്തിന് നിങ്ങൾക്ക് പ്രത്യേക സമയം കൊടുക്കാൻ പറ്റും. ഞാൻ സെയിം സമയം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. 8 മണി മുതൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഒരു 11 മണി വരെ ഉള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാൻ പറ്റും. ആ AM PM പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ. അത് മാറാതെ കൊടുക്കണം. രാവിലെ AM-ഉം ഈവനിങ് PM-ഉം മാറരുത്. അതങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഫില്ല് ചെയ്യുന്നില്ല, എത്രേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏത് ദിവസം വർക്ക് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യേ വേണ്ട. എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും താഴെയുള്ള അപ്ഡേറ്റ് ബട്ടൺ എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, അത് മറക്കാൻ പാടില്ല. അപ്ഡേറ്റുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് അപ്ഡേറ്റ് ആയി. ഓക്കെ. ഇനിയിപ്പോൾ ചില പ്രവർത്തന സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു, ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലും അർജൻസി വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർഡർ ഒരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും മുകളിലോ സ്റ്റോർ സ്റ്റാറ്റസ് എന്നുണ്ടോ അതിൻ്റെ അവിടെ ഒരു ഓണാക്കാനുള്ള സംഭവം, അതിപ്പോൾ ഓണായിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് അതെന്ത് ചെയ്യുക, ഓഫാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചോദിക്കും, അപ്പോൾ എസ് എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങളെ സ്റ്റോർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഈ ഷോപ്പിലെ സാധനങ്ങൾ ആർക്കും ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവർത്തന സമയത്ത് തന്നെ എമർജൻസി വരികയാണെങ്കിൽ പുറത്ത് പോകേണ്ടി വന്നാൽ ഷോപ്പ് ക്ലോസ്ഡ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഷോപ്പിൻ്റെ അകത്തോട്ട് വരുന്നത്, അപ്പോൾ വീണ്ടും അത് ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുക്കുക. അപ്പോൾ ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്തൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു സാധനം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്കൊരു നീല കളറിലെ ബട്ടൺ കാണുന്നില്ലേ, ഒരു സ്റ്റോറിൻ്റെ ഐക്കണുള്ള, ജസ്റ്റ് അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. ഇവിടെ വലത്തെ ഭാഗത്ത് താഴെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ, ആ ഒരു പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ആഡ് ചെയ്യാനുള്ള പേജിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഗ്രോസറി ഷോപ്പ് ആയതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എൻ്റെ പേര് കൊടുക്കണം, ഐറ്റത്തിൻ്റെ പേര്. ഞാൻ ഇവിടെ ടൊമാറ്റോ എന്ന് കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ ഫ്രഷ് ടൊമാറ്റോ എന്നേ കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടൊമാറ്റോ എന്നുള്ളത് ഏത് കാറ്റഗറിയിലാണ് പെടാതെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാൻ ആ കാറ്റഗറി ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ന്യൂട്രീഷ്യൻസും അലർജിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അഡീഷണലാണ്, കൊടുക്കണം നിർബന്ധമില്ല. വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോമൺലി എല്ലാവരും കൊടുക്കുന്ന റേറ്റ് കിലോന് എത്ര റേറ്റ് എന്നുള്ളതാണ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ റേറ്റ് ഇപ്പോൾ തക്കാളിക്ക് ഒരു 50 രൂപയെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ 50 രൂപ കൊടുത്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി പെർസെൻറ്റേജാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് ആ പെർസെൻറ്റേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് 0 എന്ന് കൊടുത്താൽ മതി. ഓക്കെ. മാക്സിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് ഒരു യൂസർക്ക് ഒരു തവണ എത്ര പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉപഭോക്താവ് വന്നിട്ട് ഒരു 2 കിലോ വരെ മേടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ കൊടുക്കണ്ട, തൽക്കാലം കൊടുക്കണം നിർബന്ധമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ലീവ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് എന്നുള്ള ഇവിടെ ഞാൻ ഈ ടോട്ടൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഐറ്റം, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു മിൽക്കാണ് ആഡ് ചെയ്യണത്. മിൽക്ക് എന്ന് പറയുമ്പോൾ അത് പാക്കായിട്ടാണല്ലോ കൊടുക്കുക, അതിന് പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നുമില്ല. ഒരു പാക്ക് പാലെന്ന് പറയുമ്പോൾ
അത് ജസ്റ്റ് ഒരു ഇത്ര ml പാക്ക് പാല വേറെ ഡിഫറെൻറ്റ് സൈസസ് ഒന്നും അതിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഐറ്റമാണ്, ഡിഫറെൻറ്റ് സൈസസോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയേഷനോ ഇല്ലാത്ത ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. 10 20 എത്ര സ്റ്റോക്കുള്ള വെച്ചാൽ അവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ യൂണിറ്റുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പാക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ ടൊമാറ്റോൻ്റെ കേസിൽ ടൊമാറ്റോക്ക് നമുക്ക് ഇത്ര എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോൻ്റെ കേസിൽ നമുക്ക് പല ടൈപ്പ് ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈസ് ടൊമാറ്റോയിൽ സൈസ് ക്ലിക്ക് ചെയ്തിട്ട് ടൊമാറ്റോയിൽ ഇപ്പോൾ നമ്മൾ അപ്പോൾ ടൊമാറ്റോക്ക് തന്നെ കുറേ വേരിയൻ്റ് ഉണ്ടാകും. കാരണം ചിലവർക്ക് 1/4 കിലോനായിരിക്കും വേണ്ടി, ചിലവർക്ക് 1/2 കിലോനായിരിക്കും, ചിലർക്ക് 1 കിലോനായിരിക്കും വേണ്ടത്. അങ്ങനെ പല വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ മുകളിൽ ടോട്ടൽ സ്റ്റോക്ക് എന്നുള്ള അവിടെ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ സൈസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ വേരിയൻ്റ് ഉള്ളത് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 1/4 കിലോന് ആഡ് ചെയ്തു. അതേപോലെ തന്നെ പിന്നെ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ളത് 500 ഗ്രാമാണ്. 500 ഗ്രാം ആഡ് ചെയ്തു. പിന്നെ ഉള്ളത് 1 കിലോഗ്രാം അങ്ങനെ ആഡ് ചെയ്തു. അങ്ങനെ 3 ഐറ്റം 3 വേരിയൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോമൺലി എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ 1/4 കിലോന് എത്ര റേറ്റ് എന്ന് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു റേറ്റ് ഇവിടെ കൊടുത്തു. അത് അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ സ്റ്റോക്ക് എത്ര ഉണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം 200 1/4 കിലോനാണ്. അപ്പോൾ 1/4 കിലോന് ഇത്ര എണ്ണ ഉണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് 100 200 എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ഷർട്ടിൻ്റെ ഷോപ്പാണ് നടത്തുന്നത് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഷർട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷർട്ടിന് 250 500 1 കിലോ എന്നല്ല കൊടുക്കുക. നമ്മൾ സൈസ് സ്മോൾ മീഡിയം ലാർജ് അങ്ങനെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ഷർട്ടാണ് സങ്കല്പിക്കുക. ഷർട്ടാണെങ്കിൽ ഇതിപ്പോൾ സ്മോളാണെങ്കിൽ സ്മോളിന് കറക്റ്റ് ആ ഒരു ഷർട്ടിൻ്റെ സ്മോളിൻ്റെ റേറ്റ് അത് എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കറക്റ്റ് അറിയാമല്ലോ. ഇപ്പോൾ സ്മോൾ സൈസുള്ള ഷർട്ട് ഒരു 10 ഉണ്ട്, നമുക്ക് എണ്ണിയൊക്കെ കിട്ടില്ല കറക്റ്റ്. അങ്ങനത്തെ പ്രോഡക്റ്റ് ഈ കറക്റ്റ് സ്റ്റോക്ക് എത്ര ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ഇതേപോലത്തെ പ്രോഡക്റ്റ് വല്ലതുമാണെങ്കിൽ ഇതേപോലെ 100 200 എന്താ വെച്ചാൽ സ്റ്റോക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 500 ഞാനൊരു 20 രൂപ കൊടുത്തു. 1/2 കിലോന് 20 രൂപ സ്റ്റോക്ക്. ഇതേപോലെ 100 200 എന്തായാലും കൊടുക്കുക. കിലോന് എത്ര റേറ്റ് ഒന്ന് കൊടുക്കുക. കിലോന് ഞാനൊരു 50 രൂപ കൊടുത്തു. അതും സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 200 എന്തായാലും കൊടുക്കുക. ഇവിടെ ടാഗ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് ടൊമാറ്റോന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കൊടുക്കണം നിർബന്ധമല്ല, വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ തംബ്നെയിൽ ഇമേജിൻ്റെ അവിടെ കൊടുക്കുന്ന ഫോട്ടോ ആണ് യൂസർക്ക് അവരുടെ ആപ്പിൽ കാണുക. അപ്പോൾ ഈ ക്ലിക്ക് ടു അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ടൊമാറ്റോൻ്റെ ഫോട്ടോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐറ്റം ഇമേജും സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ആ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വേറെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നേരെ താഴെ സബ്മിറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ആഡഡ് സക്സസ്ഫുള്ളി പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേജിൽ ഇവിടെ ടൊമാറ്റോ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപഭോക്താക്കൾ ജസ്റ്റ് ഗ്രോസറി ഷോപ്പ് ക്ലിക്ക് ചെയ്തിട്ട്, ഞാൻ ഇപ്പോൾ ഗ്രോസറിയുടെ സെക്ഷനിലുള്ള ഞാൻ ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ, അവനക്ക് ഞാൻ ഈ പുതിയ ആഡ് ചെയ്ത ഈ ടൊമാറ്റോ അവിടെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ആഡ് ചെയ്ത ടൊമാറ്റോ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ടൊമാറ്റോ 250 ഗ്രാം 500 ഗ്രാം 1 കിലോന് അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത റേറ്റ് താഴെ അപ്ഡേറ്റ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവം മനസ്സിലായോ. ഇനി നിങ്ങളുടെ ഷോപ്പിലോട്ട് ഒരു ഓർഡർ വരികയാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു ഓർഡർ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നോട്ടിഫിക്കേഷൻ യു ഗോട്ട് എ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. അത് നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ചെയ്തിട്ടും സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നോക്കി നോട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് വന്നാൽ മതി. അപ്പോൾ സൗണ്ട് അവിടെ ഓഫ് ആവും. സൗണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ മിസ്സാവാണ്ടിരിക്കാനാണ് വീണ്ടും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് വരെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കസ്റ്റമറാണോ ഓർഡർ ചെയ്തത്, എന്താ ഓർഡർ ചെയ്തതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. തക്കാളിയാണ് ഓർഡർ ചെയ്തത്. 1/2 കിലോ തക്കാളിയാണ് ഓർഡർ ചെയ്തത്. ക്വാണ്ടിറ്റി 1 എന്നാണ് കാണുന്നത്. അതായത് 1 പറഞ്ഞാൽ പിന്നെ 1/2 കിലോന് 1 തന്നെ. അപ്പോൾ 1/2 കിലോ തക്കാളിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓർഡർ കൺഫേം ചെയ്യണോ ക്യാൻസൽ ചെയ്യണോ നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അഥവാ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻസൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഓർഡർ ക്യാൻസൽ ആവും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ഉള്ള ബട്ടൺ കണ്ടില്ല വലത്തെ അത് താഴെ, ഒന്നെങ്കിൽ ഈ കൺഫേം എന്നുള്ള ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക,
അല്ലാന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഈ സ്വൈപ്പ് ഉണ്ടല്ലോ അത് നേരെ വലത്തോട്ട് സ്വൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ കൺഫേം ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഓർഡർ കൺഫേം ആയി. ഓർഡർ കൺഫേം ചെയ്യുന്ന സെയിം സ്പോട്ടിൽ തന്നെ എല്ലാ ഡെലിവറി മാൻക്കും റിക്വസ്റ്റ് പോകും ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എടുക്കുന്നോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡെലിവറി മാൻ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് കാരണം എല്ലാ ഡെലിവറി മാന് റിക്വസ്റ്റ് പോകും ഒരു പുതിയ ഓർഡർ ഉണ്ടെന്ന് വേണ്ട. എന്നിട്ട് ഏതെങ്കിലും ഡെലിവറി മാൻ നിങ്ങളുടെ ഈ ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് വരും ഡെലിവറി മാന് നിങ്ങളുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡെലിവറി മാൻ നിങ്ങൾ ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് കാണാൻ പറ്റും. ഓർഡർ നോട്ടിഫിക്കേഷൻ വേണ്ട യുവർ ഓർഡർ ഹാസ് ബീൻ അസൈൻഡ് ടു എ ഡെലിവറി മാൻ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ ഒരു മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി മാൻ ഏത് ഡെലിവറി മാനാണ് നിങ്ങളുടെ ഓർഡർ എടുത്തതെന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ആ ഡെലിവറി മാനെ കോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫുഡ് എക്സാമ്പിൾ ഇതിപ്പോൾ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കവറിലാക്കി പാക്ക് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൺഫേംഡ് നാളെ ഉള്ളത്. കൺഫേം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവരെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഈ അപ്ഡേറ്റ് സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ നേരെ ക്ലിക്ക് ചെയ്തിട്ട് റെഡി ടു ഫോർ ഹാൻഡ് ഓവർ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റെഡി ടു ഫോർ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ ടൊമാറ്റോ ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ആണെങ്കിൽ ഡെലിവറി മാൻ വന്ന് കൊണ്ടുപോയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ കൺഫേംഡ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇട്ടാൽ മതി. ഇനി അതല്ല നിങ്ങളുടെ പ്രോഡക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭക്ഷണമായിരിക്കുക ഫുഡാണ് വിചാരിക്കുക. അപ്പോൾ മന്തിയാണെന്ന് വിചാരിക്കുക. മന്തി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ അത് റെഡി ആവാൻ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോസസ്സിങ്ങിലോട്ട് ഇടുക. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണുള്ളതില്ല. അപ്പോൾ പ്രോസസ്സിങ്ങിലോട്ട് നേരെ ഇട്ടാൽ മതി. അപ്പോൾ സെയിം സമയം ഡെലിവറി മാൻക്ക് മെസ്സേജ് പോകും ഓർഡർ പ്രോസസ്സിങ്ങിലോട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എപ്പോഴാണോ നിങ്ങളുടെ ഓർഡർ ഡെലിവറി മാൻ്റെ കയ്യിൽ കൊടുക്കാൻ സമയമാവുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം നേരെ പ്രോസസ്സിങ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഓർഡർ കാണുമല്ലോ അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് റെഡി ടു ഫോർ ഹാൻഡ് ഓവർ കൊടുത്താൽ മതി. ശ്രദ്ധിക്കുക സാധനം ഫുള്ള് പാക്ക് ചെയ്ത് ഫുള്ള് ഡെലിവറി മാൻ എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു സ്റ്റെപ്പാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മാത്രം റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇടാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞ് ഡെലിവറി മാൻ എടുക്കാൻ നേരത്ത് നിങ്ങൾ എന്തായാലും റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇടണം. അതിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ എല്ലാം വരണം എന്നൊന്നുമില്ല. ഫസ്റ്റ് തന്നെ പെൻഡിങ്ങിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അത് നേരെ അപ്ഡേറ്റ് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവർ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ തക്കാളി ഓർഡർ ചെയ്തിട്ട് ഡെലിവറി മാൻ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ജസ്റ്റ് ഡെലിവറി മാൻ ആ തക്കാളി നിങ്ങൾ ഓർഡർ ചെയ്ത് പാക്കൊക്കെ ചെയ്തു നേരെ ഡെലിവറി മാൻ ആ തക്കാളി എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി. അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡിങ് ക്ലിക്ക് ചെയ്യുക. അവിടെ തക്കാളി കാണുമല്ലോ. അപ്പോൾ അവിടെ അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് നേരെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്താവും ആ പ്രശ്നം റെഡിയാവും. പിന്നെ ആൾറെഡി റെഡി ആണല്ലോ ഡെലിവറി മാന് കൊടുക്കാൻ. അപ്പോൾ നേരെ ആ ഒരു പെൻഡിങ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ഡേറ്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ട് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവർ കൊടുത്താൽ മതി. റെഡി ഫോർ ഹാൻഡ് ഓവർ എന്തായാലും കൊടുക്കണം. എന്നാൽ മാത്രമേ ഡെലിവറി മാൻ്റെ ആപ്പിൽ ഈ ഓർഡർ പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ എന്തായാലും പ്രോസസ്സിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു ഇപ്പോൾ ഫുള്ള് റെഡി ആയി. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡി കഴിഞ്ഞപ്പോൾ ഡെലിവറി മാന് കൊടുക്കാനായെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഈ അപ്ഡേറ്റ് ഓർഡർ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഡി ഫോർ ഹാൻഡ് ഓവർ എന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായി ഡെലിവറി മാന് മെസ്സേജ് പോവും. ആ സെയിം സമയം ഡെലിവറി മാൻ മെസ്സേജ് പോവും ഈ ഒരു തക്കാളി പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ആ ഒരു തക്കാളി എടുത്ത് കൊണ്ടുപോയിട്ട് കസ്റ്റമറിന് കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന മെസ്സേജ് പോകും. അപ്പോൾ തന്നെ ഡെലിവറി മാൻ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഡെലിവറി മാന് നിങ്ങളുടെ കയ്യിലുള്ള ഈ തക്കാളി എന്നുള്ള ഈ ഒരു ഇതുണ്ടല്ലോ തക്കാളിയുടെ പാക്ക് എടുത്തിട്ട് ഡെലിവറി മാൻ അത് കൊണ്ടുപോയി ഡെലിവറി മാൻ ആ ഓർഡർ ഡെലിവറി മാൻ്റെ ആപ്പിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെലിവറി ഐറ്റം ഈസ് ഓൺ ദ വേ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഡെലിവറി മാൻ തന്നെ എല്ലാം ചെയ്തോളും. അവൻ തന്നെ എല്ലാം കൊണ്ടേ കൊടുത്തോളും. എന്നിട്ട് അവൻ ഡെലിവറി ചെയ്തോളും കസ്റ്റമർക്ക്. ഓക്കെ, അപ്പോൾ അത് ഇനി നിങ്ങളിത് അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറി മാൻ്റെ നമ്പറും ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമറിൻ്റെ നമ്പറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോ സ്റ്റാറ്റസിലൂടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോകണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഡെലിവറി മാൻ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഡയറക്റ്റ് അവർക്ക് കൊടുത്താൽ മാത്രം മതി. എന്നുണ്ടെങ്കിൽ പെൻഡിങ്ങിൽ നിന്ന് നേരെ റെഡി ഫോർ ഹാൻഡ് ഓവറിലോട്ട് ഇട്ടാൽ മാത്രം മതി. പിന്നെ ഡെലിവറി മാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും.
അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ചെയ്ത ഉപഭോക്താവുണ്ടല്ലോ, ഓർഡർ ചെയ്ത യൂസർക്ക് കറക്റ്റ് മുകളിൽ കാണാൻ പറ്റും ഓർഡർ പ്ലേസ് ആയി, ഓർഡർ കൺഫേം ആയി, ഓർഡർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെലിവറി മാൻ്റെ കയ്യിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണിക്കാനാണ് നിങ്ങൾ ഷോപ്പിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ അതെന്തായാലും അപ്ഡേറ്റ് ചെയ്യണം, എന്നാലും കസ്റ്റമർക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ എവിടെ നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിയെന്ന്. ഡെലിവറി മാൻ നിങ്ങളെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറിൻ്റെ ആപ്പിൽ കാണാൻ പറ്റും ഡെലിവറി മാൻ എവിടെ എത്തിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റാറ്റസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഡെലിവറി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെൻഡിങ്ങിലോ കൺഫേമിലോ പ്രോസസ്സിങ്ങിലോ റെഡി ഫോർ ഹാൻഡ് ഓവറിലോ ഡെലിവറി മാൻ ഐറ്റം ഓൺ ദ വേല ഒന്നും കൗണ്ട് കാണിക്കില്ല, എല്ലാം 0 ആവും. അപ്പോൾ അതിനർത്ഥം ഡെലിവറി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ദിസ് മന്ത് എന്നുള്ള ആ ഒരു കാർഡുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 20 രൂപ നിങ്ങൾ ഏൺ ചെയ്തെന്നും കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഒറ്റ ഓർഡറുമ്പോൾ നിങ്ങൾക്ക് 20 രൂപ കിട്ടിയെന്ന് അവിടെ കാണാൻ പറ്റും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഓർഡേഴ്സ് ഉണ്ടല്ലോ താഴെ, ഏറ്റവും താഴെ ഹോമിൻ്റെ തൊട്ടടുത്ത് ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. എപ്പോഴാണ് ഡെലിവറി ചെയ്തത്, എന്താ ഡെലിവറി ചെയ്തത്, ആർക്കാണ് ഡെലിവറി ചെയ്തത്, ടോട്ടൽ എമൗണ്ട് എത്രയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എവിടെയൊക്കെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട്, ഷോപ്പിൻ്റെ ഓണേഴ്സിന് കിട്ടുന്ന എമൗണ്ട് 20 രൂപയാണ്, മറ്റേത് ഡെലിവറി ചാർജാണ്. അപ്പോൾ അതാണ് 42 ഇവിടെ ടോട്ടലി കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ടോട്ടൽ എത്ര ഏൺ ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്ത് മൂന്നാമതായിട്ടൊരു ബട്ടൺ കണ്ടില്ല, വാലറ്റ് എന്ന്. ആ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 20 രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറൻറ്റ്ലി ഒരു ഓർഡർ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 20 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വിഡ്രോ ഉള്ള ബട്ടണൊന്നുമില്ല. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഡ്രോയിൽ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ച എന്താ പറയുക, ഈ ആപ്പിൻ്റെ അകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അകത്തുള്ള വിഡ്രോവൽ ബാലൻസ് വിഡ്രോ ചെയ്യാനുള്ള റിക്വസ്റ്റ് ലാക്മാർട്ടിന് പോകും. അങ്ങനെ ലാക്മാർട്ട് അത് നോക്കി കൺഫേം ചെയ്തിട്ട് നിങ്ങളുടെ ഈ ബാലൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ അത് ഇട്ട് തന്നു കഴിഞ്ഞാൽ വിഡ്രോവൽ ബാലൻസ് പിന്നെ 0 ആവും. മനസ്സിലായോ? അപ്പോൾ അതങ്ങനെ എമൗണ്ട് ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ മെനുവിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഡിസ്പെഴ്സ്മെൻറ്റ് മെത്തേഡ് സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ ആദ്യം കാണിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ലാക്മാർട്ട് കാണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചാണ് ലാക്മാർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഡ്രോവലും കാര്യങ്ങളും എന്താ പറയുക അയച്ചു തരിക. ഓക്കെ, ഇനി നിങ്ങൾ ആൾറെഡി ആഡ് ചെയ്തപ്പോൾ തക്കാളി ഞാൻ ആൾറെഡി ആഡ് ചെയ്തല്ലോ, തക്കാളിയുടെ റേറ്റ് കൂട്ടണമെന്നോ അല്ലെങ്കിൽ തക്കാളിയുടെ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഏറ്റവും താഴെ കാണുന്ന നീല കളറിലെ ബട്ടൺ കണ്ടില്ലേ സ്റ്റോറിൻ്റെ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റുകളും അവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും കസ്റ്റമേഴ്സ് നിങ്ങളെ ടൊമാറ്റോക്ക് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ റിവ്യൂ ഉള്ള സെക്ഷനിൽ കാണാൻ പറ്റും, റിവ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഷോപ്പിൻ്റെ ഫോട്ടോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ വലത്തെ ഭാഗത്ത് മുകളിൽ ഒരു എഡിറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും, പെൻസിലിൻ്റെ. ആ ഒരു പെൻസിലിൻ്റെ ചിത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഇവിടെ മാറ്റാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ ടൊമാറ്റോൻ്റെ കാര്യങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ, ടൊമാറ്റോൻ്റെ എന്തെങ്കിലും പേരോ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ഡോട്ട് കണ്ടില്ലേ, ജസ്റ്റ് ആ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോയി കഴിഞ്ഞാൽ വലത്തെ ഭാഗത്ത് താഴെ അപ്ഡേറ്റ് ഐറ്റം കണ്ടോ, അപ്ഡേറ്റ് ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൊമാറ്റോൻ്റെ പേരും ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ റേറ്റും ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടൊമാറ്റോ ഇനി അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു വിചാരിക്കും, ടൊമാറ്റോൻ്റെ സ്റ്റോക്ക് പെട്ടെന്ന് കഴിഞ്ഞു, അല്ലെങ്കിൽ ടൊമാറ്റോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ ടൊമാറ്റോ ഫുള്ള് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. ഇവിടെ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് കണ്ടില്ലേ, ഒരു ടോഗിൾ, ആ അവൈലബിൾ നീല കളർ കാണുന്ന ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താകും, കസ്റ്റമേഴ്സിന് ഈ ടൊമാറ്റോ എന്നുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ ഷോപ്പിൻ്റെ കീഴിൽ കാണാനും പറ്റില്ല, ഓർഡർ ചെയ്യാനും പറ്റില്ല. പിന്നെ എപ്പോഴാണ് ആ ടൊമാറ്റോ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ എന്ന ബട്ടൺ ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ തന്നെ കുറേ പ്രോഡക്റ്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റുകൾ തന്നെ ഇപ്പോൾ അതിൽ ചില പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ തോന്നുമല്ലോ. അതായത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് കസ്റ്റമർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പെഷ്യൽ ഐറ്റം ആണെന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ
താഴെയുള്ള ആ ഒരു സ്റ്റോറിൻ്റെ പേജ് ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ തൽക്കാലം ഞാൻ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് ടൊമാറ്റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, റെക്കമെൻഡ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലിവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, റെക്കമെൻഡഡ് എന്ന്, ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇനി കസ്റ്റമർ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിട്ട് റെക്കമെൻഡഡ് ഫോർ യു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നിങ്ങളുടെ ടൊമാറ്റോനെ അവിടെ കാണിച്ചു തരും. ടൊമാറ്റോ ഞാൻ എക്സാമ്പിൾ കാണിച്ചതാണ്. നിങ്ങളുടെ ഷോപ്പിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇൻ കേസ് അത് നേരെ തിരിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് കൊടുക്കേണ്ട പഴയ പോലെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കമെൻഡഡ് ഒന്ന് ഓഫ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോറിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വലത്തെ ഭാഗത്ത് താഴെയുള്ള മെനു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, സ്റ്റോർ കോൺഫിഗ്, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറിൻ്റെ സംഭവങ്ങൾ, അതായത് ഇപ്പോൾ ചില ഷോപ്പുകളുണ്ടാവും അവർക്ക് എന്താ പറയുക, പ്രോഡക്റ്റുകൾ യൂസേഴ്സിന് പ്രോഡക്റ്റുകൾ നേരെ നിങ്ങളെടുത്തോട്ട് വന്നിട്ട് എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡെലിവറി ബോയ് മുഖേന എത്തിച്ച് കൊടുക്കുക അല്ലാണ്ട് ആരാണ് ഓർഡർ ചെയ്തത് ആ ഓർഡർ ചെയ്ത ആൾ തന്നെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ഷോപ്പിലോട്ട് വന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ഓപ്ഷനാണ് ഈ ടേക്ക് എവേ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടേക്ക് എവേ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയാൽ മതി. എന്നിട്ട് താഴെയുള്ള അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ ഞാൻ അവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നേരെ തിരിച്ച് ടേക്ക് അവേ മാത്രം മതി, ഹോം ഡെലിവറി വേണ്ടെന്ന് വിചാരിക്കുക. അതായത് ഡെലിവറി മാന് ഒരു യൂസർ നിങ്ങളെ ഷോപ്പിലത്തെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി മാൻ വഴി ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നേരിട്ട് വന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഓഫാക്കുക, ടേക്ക് അവേ ഓൺ ആക്കുക. എന്നിട്ട് നേരെ താഴെയുള്ള അപ്ഡേറ്റ് കൊടുത്താൽ മതി. രണ്ടും ഓഫാക്കിയിട്ട് അപ്ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കണമല്ലോ, എന്നാലേ നിങ്ങളെ പ്രോഡക്റ്റ് യൂസേഴ്സിന് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇത് മാത്രം ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ഒരു ഓപ്ഷൻസ് നോക്കണ്ട, അത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇവിടെ അപ്രോക്സിമേറ്റ് ഡെലിവറി ടൈം എന്നുണ്ടല്ലോ, നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതാണ് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൊടുത്തേക്കണം. നിങ്ങൾക്കത് വേണമെങ്കിൽ മാറ്റാം. ഈ മിനിമം പ്രോസസ്സിങ് ടൈം എന്ന് കണ്ടില്ല, ഇത് ആർക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കേസിൽ അത് ആപ്ലിക്കബിൾ അല്ല. ഇത് ആർക്കാ ഉപകാരപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടല്ലോ, ഫുഡിൻ്റെ സ്റ്റോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കില്ല. കുക്ക് ചെയ്യാൻ മിനിമം എത്ര സമയം പിടിക്കുമെന്ന് ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ താഴെ അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഫുഡിൻ്റെ ആൾക്കാർ മാത്രം നോക്കിയാൽ മതി. ഇതേപോലെ ഗ്രോസറി സ്റ്റോറോ അല്ലെങ്കിൽ വേറെ സ്റ്റോറുകളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇനി ഞാൻ പാക്കേജിനെ പറ്റി പറഞ്ഞുതരാം. പാക്കേജ് അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലത്തെ ഭാഗത്ത് താഴെ മെനു ബട്ടൺ കണ്ടില്ലേ, ആ ഒരു മെനു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ് പ്ലാൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബിസിനസ് പ്ലാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജിലോട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം ഇത് ഏതൊക്കെ പാക്കേജ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഇത് ചോദിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഫസ്റ്റ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒന്നാമത്തെ മാസം ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ പാക്കേജ് സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ ഏത് പാക്കേജാണോ ഒരു മാസത്തെ ഫ്രീ ട്രയൽ കഴിഞ്ഞിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാക്കേജ് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു ആപ്പ് തുറക്കുന്ന രജിസ്ട്രേഷൻ സ്ക്രീനിൽ ചോദിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഓരോ പാക്കേജിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 പാക്കേജാണ് ഉള്ളത് ബേസിക്കലി. അതിൽ ഒന്നാമത്തെ പാക്കേജ് ബേസിക് പ്ലാനാണ് 300 രൂപയുടെ. അതിൽ നിങ്ങൾക്ക് 50 പ്രോഡക്റ്റ് 50 ഐറ്റംസ് നിങ്ങളുടെ ഷോപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഷോപ്പ് ഉപഭോക്താക്കൾക്ക് അവരുടെ ആപ്പിൽ കാണാൻ പറ്റും. അതായത് നോർമൽ പ്ലാനാണത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലാൻ. ആഡ് അപ് ടു 200 പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൻ്റെ കീഴിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീമിയം പ്ലാനിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്ലാന്, പ്രീമിയം പ്ലാന്, ഈ ബേസിക് പ്ലാൻ കണ്ടില്ല, ബേസിക് പ്ലാൻ എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ വേറെ സംഭവം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പരസ്യം കൊടുക്കാൻ പറ്റും ആപ്പിൻ്റെ അകത്ത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഉപഭോക്താക്കൾ അവരുടെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാറ്റ് 50% ഓഫ്, ഗ്രോസറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ ഇവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന അവിടെയും പരസ്യം കാണിക്കും. അതേപോലെ ജസ്റ്റ് ഗ്രോസറി ഷോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പരസ്യം കാണിക്കും. അങ്ങനെ 2 ടൈപ്പ് പരസ്യമുണ്ട്. ഒന്ന് എന്താ പറയുക ഗ്രോസറിയുടെ അകത്ത്, ഒന്ന് ആപ്പ് തുറക്കുന്ന അവിടെ തന്നെ. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം.
ഇവിടെ ഈ പാക്കേജ് എടുക്കാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ഈ ബേസിക് പ്ലാനിൽ നിങ്ങൾക്ക് പരസ്യം എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് പ്ലാൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രോസറി ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പരസ്യം കാണിക്കുന്നത് കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പരസ്യം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്ത പാക്കേജിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ പരസ്യം കാണിക്കുന്നില്ലേ, അവിടെ നിങ്ങളുടെ ഷോപ്പിൻ്റെ പരസ്യം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ 2 പാക്കേജ് എടുത്തവർക്ക് എങ്ങനെയാണ് പരസ്യത്തിന് ബാനർ കൊടുക്കാൻ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അതിന് ജസ്റ്റ് ബാക്ക് വന്നിട്ട് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാനർ, അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ബാനറും അഡ്വർടൈസ്മെൻറ്റും ഈ 2 ഓപ്ഷൻസും എന്താ പറയുക, ബേസിക് പ്ലാൻ ഒന്നാമത്തെ പ്ലാൻ എടുത്തവർക്ക് ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഇത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി 2 പ്ലാൻ എടുത്തവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബാനർ ജസ്റ്റ് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ബാനർ എടുക്കുമ്പോൾ ഒരു ബാനറും ഇല്ലെന്നാണ് കാണിക്കുക. താഴെ ആഡ് ന്യൂ ബാനർ എന്ന് കൊടുക്കുക. അതിനുശേഷം ബാനറിൻ്റെ ടൈറ്റിൽ, ഇപ്പോൾ ബാനറിൻ്റെ ടൈറ്റിൽ, പരസ്യത്തിൻ്റെ ടൈറ്റിൽ, ബാനറിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആഡ് ബാനർ എന്ന് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ആ ഒരു ബാനറിൻ്റെ റിക്വസ്റ്റ് ലാക്മാർട്ടിന് പോകും. ലാക്മാർട്ട് അത് കണ്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഷോപ്പിൻ്റെ ഈ ഒരു പരസ്യം ആപ്പിൻ്റെ അകത്ത് വരും, യൂസേഴ്സിൻ്റെ ആപ്പിൻ്റെ അകത്തോട്ട് വരും. ഓക്കെ, പിന്നെ അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് പ്രീമിയം പ്ലാൻ എടുത്തവർക്ക് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇപ്പോൾ കറൻറ്റ്ലി. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ആഡ്സ് കൊടുത്തിട്ട് നിങ്ങൾ വീഡിയോ പ്രൊമോഷനോ സ്റ്റോർ പ്രൊമോഷനോ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രോസറി എന്നുള്ള ഒരു സെക്ഷൻ അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റോർ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പരസ്യം പോലെ അങ്ങനെ കാണിക്കും. അപ്പോൾ ബാനർ രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇത് പ്രീമിയം പ്ലാൻ എടുത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് ക്രിയേറ്റ് ആഡ്സിന് വലത്തെ ഭാഗത്ത് താഴെ ക്രിയേറ്റ് ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതും ലാക്മാർട്ടിന് റിക്വസ്റ്റ് പോകും, റിക്വസ്റ്റ് പോകുന്ന ലാക്മാർട്ട് അത് കൺഫേം ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഒരു അപ്രൂവ് ആയിന്ന്. അതിനുശേഷം ആപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പരസ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഒരാൾ മേടിച്ചിട്ട് നല്ല അഭിപ്രായമോ ചീത്ത അഭിപ്രായമോ എന്ത് അഭിപ്രായം വേണമെങ്കിൽ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായം എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിലിവിടെ റിവ്യൂസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ ഇപ്പോൾ ആരും റിവ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് കസ്റ്റമറിൻ്റെ ആപ്പിൽ പോയിട്ട് ഞാൻ റിവ്യൂ ക്ലിക്ക് ചെയ്തു. ആ ടൊമാറ്റോ പർച്ചേസ് ചെയ്ത ആൾ ഒരു റിവ്യൂ ഇട്ടു. അപ്പോൾ അതെങ്ങനെ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗിവ് റിപ്ലൈ എന്നുണ്ടല്ലേ, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെന്താ അതിനെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഗുഡ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് റിപ്ലൈ ഇവിടെ കൊടുത്തിട്ട് സെൻഡ് റിപ്ലൈ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക, ഇപ്പോൾ മോശം അഭിപ്രായം പറഞ്ഞെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക എന്താണ് പ്രശ്നം ചോദിച്ചിട്ട് സെൻഡ് റിപ്ലൈ ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോപ്പിൻ്റെ ഉടമസ്ഥനുള്ള ആപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഇപ്പോൾ ഉടമസ്ഥൻ മാത്രമാവില്ലല്ലോ ഉണ്ടാവുന്നത്, ചിലപ്പോൾ അവിടെ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഈ ആപ്പിൻ്റെ അകത്താണ് അവർക്കുള്ള അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ആ ഒരു ID പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അവരുടെ ഫോണിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഉടമസ്ഥൻ്റെ ആപ്പാണ്. ഉടമസ്ഥന് എത്ര ഏണിങ്സ് എന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ അക്കൗണ്ടിലാണ് അവർ ലോഗിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് ഏണിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. അവർക്ക് ഓർഡർ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറ്റുള്ളൂ. കാരണം അതിൻ്റെ കാര്യമുള്ളല്ലോ, അവർക്ക് ഓണേഴ്സല്ലേ ഏണിങ്സും കാര്യങ്ങളൊക്കെ കാണേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എംപ്ലോയീസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൻ്റെ അണ്ടറിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ മാനേജ് എംപ്ലോയി എന്ന് കണ്ടില്ലേ, മാനേജ് എംപ്ലോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് ഓർമ്മയില്ല, ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ID പാസ്വേഡും കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു സെയിം ഇമെയിൽ ID പാസ്വേഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു സെയിം ഇമെയിൽ ID പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഈ വലത്തെ ഭാഗത്ത് കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IUAXD ജസ്റ്റ് ലോഗിൻ എടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത പാടെ ചിലപ്പോൾ അത് ഇറർ വല്ലതും കാണിക്കും. അത് ഈ ക്യാപ്ഷയുടെ ലെറ്റേഴ്സ് കറക്റ്റ് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണുന്നത് വരെ ഈ വലത്തെ ഭാഗത്തുള്ള റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോഡ് അവിടെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വീണ്ടും ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒരു പേജിലോട്ടേക്കും വരും. ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്ത് മുകളിൽ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ആരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളൊരു റോള് സെറ്റ് ചെയ്യണം. എംപ്ലോയി റോൾ എന്നുണ്ടല്ലേ, എംപ്ലോയി റോൾ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും.
എന്നിട്ട് റോളിൻ്റെ പേര് കൊടുക്കുക. ജസ്റ്റ് ഇപ്പോൾ കറൻറ്റ്ലി ഒരു റോൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റോളിൻ്റെ പേര് ഞാൻ എംപ്ലോയി എന്ന് തന്നെ കൊടുത്തു വിചാരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അവർക്ക് എന്ത് പെർമിഷനാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു എംപ്ലോയിയെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് ഓർഡർ മാനേജ് ചെയ്താൽ മാത്രം പോരെ. അപ്പോൾ ഇവിടെ ആൾ മൊഡ്യൂൾ പെർമിഷൻ എന്നുള്ളത് ടിക്ക് ചെയ്യരുത്. ഓക്കെ, അതിൽ ഇങ്ങനെ താഴോട്ട് പോകാനായിട്ട് ഓർഡർ മാനേജ്മെൻറ്റ് കണ്ടോ, ഓർഡർ മാനേജ്മെൻറ്റിൽ സെലക്ട് ആളെന്ന് കൊടുക്കുക. അതിൽ ഈ പോയിൻ്റ് ഓഫ് സെയിൽ വേണ്ട, ജസ്റ്റ് അത് ടിക്ക് ഓഫ് ആക്കിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഐറ്റം മാനേജ്മെൻറ്റ് കണ്ടോ, അവർക്ക് ഐറ്റം മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമെന്ന്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പെർമിഷൻ കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ഇവിടെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, പ്രോഡക്റ്റൊക്കെ ആഡ് ചെയ്തോട്ട്. അവർ മാർക്കറ്റിംഗ് സെക്ഷനിൽ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, കാരണം അവർക്ക് പരസ്യം കൊടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം അവർ ഓണേഴ്സ് അല്ലല്ലോ, അവർ ജസ്റ്റ് ഓർഡർ മാനേജ് ചെയ്താൽ പോലെ. അതേപോലെ അഡ്വർടൈസ്മെൻറ്റ് അതും പരസ്യം തന്നെയാണ്, അത് ഞാൻ ടിക്ക് ഇടുന്നില്ല. വാലറ്റ് മാനേജ്മെൻറ്റ് അത് പ്രത്യേകം ഞാൻ ടിക്ക് ഇടുന്നില്ല, കാര്യം അവർ നമ്മുടെ എംപ്ലോയീസ് ഓണേഴ്സിന് എത്ര ഏണിങ്സ് ഉണ്ടെന്ന കാര്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാലറ്റ് മാനേജ്മെൻറ്റ് ടിക്ക് ഇടുന്നില്ല. ഇനിയിപ്പോൾ അത് കാണുന്നുള്ളവർക്ക് അത് ടിക്ക് ഇടുകയും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ എംപ്ലോയി മാനേജ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ നേരത്തെ എംപ്ലോയി ക്ലിക്ക് ചെയ്താണ്ട് ഇങ്ങോട്ട് വന്നില്ലേ ഒരു പേജിലോട്ട്. അപ്പോൾ ആ ഒരു സംഭവം വേണോ വേണ്ടോ എന്ന് ചോദിക്കുന്നത്. ജസ്റ്റ് ഞാൻ കൊടുക്കുന്നില്ല, ഒന്നും ടിക്ക് ഇടുന്നില്ല. ഇതൊന്നും ഞാൻ ടിക്ക് ഇടുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ഇടാം. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാന്, റിവ്യൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ റിവ്യൂസ് കണ്ടോട്ടെ, ചാറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി സംസാരിച്ചും ചെയ്തോട്ടെ. അപ്പോൾ ചാറ്റൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു. നേരെ സബ്മിറ്റ് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റോൾ അവിടെ ആഡ് ആവും. ഇപ്പോൾ അങ്ങനെ റോൾ ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എംപ്ലോയി എന്ന് പറഞ്ഞ റോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്ര റോൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇവിടെ പല പേരിൽ പല റോൾ കൊടുക്കാൻ പറ്റും, ഡിഫറെൻറ്റ് പെർമിഷൻസും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈ ഒരു റോള് ഈ റോളിൻ്റെ ബേസിൽ ഒരു ID പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ID പാസ്വേഡ് വെച്ചിട്ടാണ് അവർ ലോഗിൻ ചെയ്യേണ്ടത്. എന്നിട്ട് ഇടത്തെ ഭാഗത്ത് മുകളിൽ ആ ആരോ മാർക്ക് കണ്ടില്ലേ, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നേരത്തെ നമ്മൾ എംപ്ലോയി റോളാണ് ക്ലിക്ക് ചെയ്തത്, ഇപ്രാവശ്യം എംപ്ലോയീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആഡ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എംപ്ലോയിൻ്റെ പേര് ഞാനൊരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു എംപ്ലോയിൻ്റെ പേര് ഞാൻ കൊടുത്തു. അതേപോലെ തന്നെ ഓക്കെ, ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം കൊടുക്കുക. അതേപോലെ തന്നെ നമ്പർ കറക്റ്റ് തെറ്റാണ്ട് കൊടുക്കണം. കറക്റ്റ് ആ ഒരു എംപ്ലോയിൻ്റെ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിന് കൊടുത്തതിന് ശേഷം റോള് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച റോൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എംപ്ലോയി എന്നുള്ളത്. എന്നിട്ട് ആ ഒരു എംപ്ലോയിൻ്റെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഐക്കൺ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ തൽക്കാലം വേറെ ഫോട്ടോ അല്ല, നിങ്ങൾ അവരുടെ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കറക്റ്റ് തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ പാസ്വേഡ് 2 തവണ അടിച്ചു കൊടുക്കുക. അങ്ങനെ അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഈ ഒരു ID പാസ്വേഡ് വെച്ചിട്ടാണ് ഇനി അവർ ലോഗിൻ ചെയ്യേണ്ടത്. അവരെങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഇമെയിൽ ID അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ വലത്തെ ഭാഗത്ത് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എംപ്ലോയി ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് ആ എംപ്ലോയി ഈ ആപ്പിൻ്റെ അകത്തോട്ട് ലോഗിൻ ചെയ്യേണ്ടത് പറഞ്ഞത്. അവർക്കായിട്ട് വേറെ ആപ്പല്ല, ഈ സെയിം ആപ്പ് തന്നെയാണ്. അവരെങ്ങനെ ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇടത്തെ ഭാഗത്ത് മുകളിലുള്ള ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പേജിലോട്ട് വരുമല്ലോ. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ അവരുടെ ഫോണാണ് ആയിരിക്കും. അവരുടെ ഫോണാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിൽ തന്നെ പോയിട്ട് അവരുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യരുത്. അവരുടെ ഫോൺ നേരെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവരുടെ ഫോണിൽ ഫസ്റ്റ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും അവർ ഫോൺ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഫോണിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ കറൻറ്റ്ലി ഷോപ്പ് ഓണറിലാണ് കിടക്കുന്നത്. ഇത് നിങ്ങളുടെ ഷോപ്പ് ഓണേഴ്സ് ലോഗിൻ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണ്. ഇനി അവരെ ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് എംപ്ലോയി എന്നുണ്ട്. ഷോപ്പ് എംപ്ലോയിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവരുടെ ഇമെയിൽ ID പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സൈനിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരുടെ ഇമെയിൽ ID പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റിമെമ്പർ ബി ടിക്ക് ഇട്ടുകൊണ്ട് കേട്ടോ, കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ലോഗൗട്ട് അടിക്കുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ ഫില്ലായി കിടക്കും, വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ സൈൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഇനി രജിസ്റ്റർ ഷോപ്പ് ഒന്നും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഷോപ്പ് രജിസ്റ്റർ ചെയ്താൽ മതി, വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ലോഗൗട്ട് അടിച്ചിട്ട് ഇപ്പോൾ ഈ ആപ്പ് ഡിലീറ്റായി പോയി ആയിരിക്കും അറിയാതെ. ഇനിയിപ്പോൾ ഓണേഴ്സ് തന്നെ ഈ ആപ്പിൻ്റെ അകത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പ് ഓണറെ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഷോപ്പ് ഓണറിൻ്റെ ID പാസ്വേഡ് ആദ്യം ക്രിയേറ്റ് ചെയ്തേ, അത് വെച്ച് സൈനിങ് ക്ലിക്ക് ചെയ്യുന്നത്. അതിന് വീണ്ടും രജിസ്റ്റർ ഒന്നും ചെയ്യരുത് ഷോപ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോപ്പ് എംപ്ലോയിൻ്റെ കീഴിലാണ് ജോയിൻ ചെയ്യുന്നത്. ആ ഷോപ്പ് എംപ്ലോയി ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നേരെ സൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോകണേ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും
ഈ ഒരു ആപ്പിൻ്റെ രീതി മാറി, കാണുന്ന രീതി മാറി. ഇതിപ്പോൾ എംപ്ലോയി ആണ് ജോയിൻ ചെയ്തേക്കുന്നത്. എംപ്ലോയിക്ക് ഏണിങ്സ് ഒന്നും കാണാൻ പറ്റില്ല, എത്ര രൂപ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓഫാക്കിയിട്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന റോളിൻ്റെ പെർമിഷനനുസരിച്ചാണ് ഈ എംപ്ലോയിക്ക് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഓർഡർ ഇവിടെ മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഏതൊക്കെ ഓർഡേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഏതാ ഓർഡർ, ഏത് കസ്റ്റമർ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വാലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു ആക്സസ് ദിസ് ഫീച്ചർ എന്ന് പറയാം. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവർക്ക് വാലറ്റിൻ്റെ അകത്തുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, വലത്ത് ഭാഗത്തുള്ള മെനു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, റിവ്യൂവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഐറ്റംസ് മാനേജ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇവർക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പെർമിഷനാണോ ആ ഒരു റോളിന് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ എംപ്ലോയിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്മാർട്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി.